വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഒരു അംബർല ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ജോർജറ്റിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ സ്കേർട്ട് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കേർട്ട് പോർഷൻ കോൺ ഷേപ്പിൽ ഇതുപോലെ ഈ കോർണർ വെച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. സ്കേർട്ട് പോർഷനിലേക്കുള്ള ക്ലോത്ത് കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തും അതുപോലെ തന്നെ കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സ്കേർട്ട് പോർഷനിലേക്ക് ലെങ്ത് കൊടുക്കുന്നത് 32.5 ഇഞ്ചാണ്. യോക്ക് പോർഷനിലേക്ക് 13.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ടോട്ടൽ 46 ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ അംബർല ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്തും ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷേപ്പ് പോർഷനിലെ വിഡ്ത്ത് നമുക്ക് 7 ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു 2 ഇഞ്ച് കൂടി സീം അലവൻസ് ആഡ് ചെയ്തിട്ട് 9 ഇഞ്ചാണ് നമുക്ക് ഷേപ്പ് പോർഷനിലേക്ക് വിഡ്ത്ത് ആവശ്യമായിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ചതിന് ശേഷം നമുക്ക് ഈ ടോപ്പ് പോർഷനിൽ നിന്നും അത്രയും പോർഷനിലേക്കുള്ള ലെങ്ത് എടുത്ത് നോക്കാം. അപ്പോഴേക്ക് നമുക്ക് 11.5 ഇഞ്ചാണ് വരുന്നത്. ആ 11.5 ഇഞ്ച് ഇതുപോലെ നമുക്ക് റൗണ്ടിലുമായിട്ടും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ റൗണ്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോഴേക്ക് നമുക്ക് കറക്റ്റ് 9 ഇഞ്ച് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോർഷനിൽ നിന്നാണ് ലെങ്ത് 32.5 ഇഞ്ചാണ് നമുക്ക് ലെങ്ത് ആവശ്യമായിട്ടുള്ളത്. ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് കൂടി ആകുമ്പോഴേക്കും 34 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. നമുക്ക് ലൈനിങ്ങിലായിട്ട് 1 ഇഞ്ച് കുറച്ച് മതിയാകും. അതുകൊണ്ട് തന്നെ ലൈനിങ്ങിൽ അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് 33 ഇഞ്ച് മാത്രം അടയാളപ്പെടുത്തിയാൽ മതിയാകും. 33 ഇഞ്ച് ഇവിടെയായിട്ടാണ് വരുന്നത്. ഈ 33 ഇഞ്ച് നമുക്ക് റൗണ്ടിലുമായിട്ടും അടയാളപ്പെടുത്തി കൊടുക്കാം. ലെങ്ത് ഇതുപോലെ തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോർഷൻ നമുക്ക് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഒരുമിച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ ആ പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബോട്ടം പോർഷനാണ് കട്ട് ചെയ്യേണ്ടത്. ബോട്ടം പോർഷനിൽ വരുമ്പോഴേക്കും നമ്മൾ ലൈനിങ് ക്ലോത്ത് മാത്രം ഫസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ലൈനിങ് ക്ലോത്ത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലായിട്ട് നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ നമ്മൾ മെയിൻ ക്ലോത്തിൽ 1 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ അടയാളപ്പെടുത്തിയ പോർഷൻ വച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. നമ്മൾ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പോർഷനിലേക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. യോക്ക് പോർഷനിലേക്ക് വേണ്ടിയിട്ട് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും എടുത്തിട്ടുണ്ട്. ഷോൾഡർ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. ആം ഹോളും 6.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ആം ഹോളിൻ്റെ പോർഷൻ ഇതുപോലെ വരച്ച് കൊടുക്കാം. ചെസ്റ്റ് 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. ചെസ്റ്റിൻ്റെ പോർഷനും അടയാളപ്പെടുത്തി കൊടുക്കാം. 2 ഇഞ്ചാണ് സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ പോർഷൻ കേവ് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ പോർഷൻ കേവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് യോക്ക് പോർഷൻ്റെ ലെങ്ത് 13.5 ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു 1 ഇഞ്ച് കൂടി സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് 14.5 ഇഞ്ച് ലെങ്താണ് നമുക്ക് യോക്ക് പോർഷനിലേക്ക് ആവശ്യമായിട്ടുള്ളത്. യോക്ക് പോർഷൻ്റെ ബോട്ടം പോർഷനിലെ വിഡ്ത്ത് 7 ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു 2 ഇഞ്ച് കൂടി സീം അലവൻസ് ആഡ് ചെയ്ത് 9 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം യോക്ക് പോർഷൻ ഇതുപോലെ വരച്ചു കൊടുക്കാം. നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇത്രയും പോർഷൻ നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. യോക്ക് പോർഷനിലേക്കുള്ള ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവിനായിട്ട് നമുക്ക് ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം സ്ലീവ് ലെങ്ത് 24.5 ഇഞ്ചാണ്. ഒരു 1.5 ഇഞ്ച് കൂടി സീം അലവൻസ് ആഡ് ചെയ്ത് 26 ഇഞ്ച് ലെങ്താണ് നമുക്ക് സ്ലീവിന് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ പോർഷനിൽ നിന്നും ആം ഹോളിൻ്റെ പോർഷനിലേക്ക് ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ആ പോർഷനിൽ നിന്ന് ഒരു 3 ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം. ആം ഹോളിൻ്റെ പോർഷൻ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സ്ലീവ് റൗണ്ട് 6 ഇഞ്ചാണ്. 6 ഇഞ്ചിൻ്റെ ഹാഫ് ആകുമ്പോഴേക്കും 3 ഇഞ്ച്, ഒരു 2 ഇഞ്ച് കൂടി നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്ലീവ് ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം.
സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത്. ക്യാൻവാസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നെക്ക് വിട്ട് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഈ പോർഷനിൽ നിന്നും ഒരു 4.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം. നമ്മൾ നെക്കിന് ഈ ഷേപ്പാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്കിങ് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് നെക്കാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ബാക്ക് നെക്ക് സാധാ നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അംബ്രല്ല ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ ക്യാൻവാസിൻ്റെ അരികു വശത്തു കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ യോക്ക് പോർഷനിലായിട്ട് ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഈ കോർണർ പോർഷൻസിൽ കട്ട്സുകളിട്ട് കൊടുക്കാം. കട്ട്സുകളിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്യാൻവാസ് ഇതുപോലെ തിരിച്ച് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ യോക്ക് പോർഷൻ്റെ ബാക്ക് പോർഷൻ്റെ നെക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിനി യോക്ക് പോർഷൻ്റെ ബാക്ക് പോർഷനിലായിട്ട് ഒരു സിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്കിതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിഡിൽ പോർഷനിൽ വച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ലൈനിങ് ക്ലോത്തിൻ്റെ ഒരു സ്ട്രിപ്പ് ഇതുപോലെ ടോപ്പ് പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നല്ല പോർഷനിലായിട്ട് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ സ്ട്രിപ്പിൻ്റെ എൻഡ് പോർഷൻ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പോർഷന് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 പോർഷന് നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സിപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ സിപ്പിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സിപ്പ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ പോർഷൻ ഇതുപോലെ എടുത്ത് നമ്മുടെ സിപ്പിൻ്റെ ടോപ്പ് പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സിപ്പ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ പ്ലെയിൻ ജോർജറ്റ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള അംബ്രല്ല ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 46 ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ അംബ്രല്ല ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഫുൾ സ്ലീവിലാണ് ഈ ടോപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നെക്ക് ഇതുപോലെയാണ് വരുന്നത്. ബാക്ക് പോർഷനിൽ ടൈ ചെയ്ത് വയ്ക്കുന്നതിനായിട്ട് ഇതുപോലെ 2 ഡോരി കൊടുത്തിട്ടുണ്ട്. നമ്മൾ യോക്ക് പോർഷൻ്റെ ബാക്ക് പോർഷനിലായിട്ട് സിപ്പും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഈ അംബ്രല്ല ടോപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.